ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. കല്യാണത്തിനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ദം ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളൊരു ട്രിക്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 3 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 3 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നതിനാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്ലൈസർ യൂസ് ചെയ്തിട്ട് വേണം ഉള്ളി കട്ട് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നതിന് മുന്നായിട്ട് ഈ ഉള്ളി സ്ലൈസ് ചെയ്തത് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഇതൊന്ന് വഴറ്റി വന്നോളും. അതുപോലെ തന്നെ ഉള്ളി നന്നായിട്ട് സ്ലൈസ്ഡ് ആയിട്ടായിരിക്കണം വേണ്ടത്. കാരണം നമ്മൾ ബിരിയാണിൻ്റെ മസാല നന്നായിട്ട് ഇരിക്കണമെങ്കിൽ ഇതുപോലെ സ്ലൈസ്ഡ് ആയിട്ട് ഇരിക്കണം. അത് സ്ലൈസർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിലർക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി റെഡിയാക്കി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും കൂടെ തന്നെ ഞാൻ പച്ചമുളകും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇതൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ഒരു 10 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഉള്ളി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളിയും അതുപോലെ തന്നെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാടുന്നതിന് മുന്നേ തന്നെ നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് ഒന്നിച്ച് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ 3 കിലോ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കാം. ചിക്കൻ നന്നായി കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്കായിട്ട് കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും കൂടി ചോപ്പ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ പാകമായിട്ട് നോക്കിയതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ബിരിയാണി ടേസ്റ്റി ആവാനും പെട്ടെന്ന് കുക്കാവാനും ഉള്ളൊരു ട്രിക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് വലിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ ഒഴിച്ച് ഈ മസാല എല്ലാം അതിലേക്ക് മാറ്റുക. ഈ മസാല കംപ്ലീറ്റ് ഇടാൻ പറ്റുന്ന ഒരു കുക്കർ തന്നെ വേണം. കുറച്ചൊരു സ്പേസ് ബാക്കിയും കൂടി വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു വലിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, ഇനി ആവശ്യമുണ്ടെങ്കിൽ വേറെ മസാലകളും ചേർക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് അടച്ച് ജസ്റ്റ് ഒരു വിസിൽ വരുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്ത് വെക്കുക. നന്നായി കുക്കായി ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഒന്ന് അടച്ച് ജസ്റ്റ് അതിൻ്റെ എയർ കളഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ബിരിയാണി പാത്രത്തിലേക്ക് തന്നെ മാറ്റുക. എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വെന്ത് വന്നിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് സാധാരണ ബിരിയാണി നമ്മൾ സെറ്റാക്കുന്നത് പോലെ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള പ്രോസസ്സും കൂടി പറഞ്ഞിട്ട് വീഡിയോ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.